ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. നിത്യവിസ്മയങ്ങളിലേക്ക് സ്വാഗതം. 3-ാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന പുണ്യവതിയാണ് വിശുദ്ധ അഗാത്ത. 251 AD രക്തസാക്ഷിണിയായി തീർന്ന ഒരു വലിയ വിശുദ്ധ. ഇറ്റലിയിലെ സിസിലിയിലായിരുന്നു അവരുടെ ജന്മസ്ഥലം. മാതാപിതാക്കളെക്കുറിച്ച് കൂടുതലായ വിവരങ്ങളൊന്നും നമുക്ക് ലഭ്യമല്ല ചരിത്രത്തിൽ. സിസിലിയുടെ കിഴക്ക് ഭാഗത്തുള്ള കത്താനിയ, പലേർമോ എന്നീ പ്രദേശങ്ങൾ അവളുടെ ജന്മസ്ഥലമായിട്ടുള്ള അവകാശങ്ങൾ ഉന്നയിക്കുന്നുണ്ട്. എങ്കിലും കൂടുതൽ പാരമ്പര്യം കത്താനിയയിലാണ് അവൾ ജനിച്ചു വളർന്നതെന്നാണ്. കുടുംബം വളരെ കുലീനമായിരുന്നു. വലിയ സൗന്ദര്യവതിയായിരുന്നു അഗാത്ത. കത്താനിയ എന്ന പ്രദേശത്തെക്കുറിച്ചുകൂടി നമ്മൾ കുറേ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. സിസിലിയുടെ കിഴക്ക് ഭാഗത്തായിട്ട് സ്ഥിതി ചെയ്യുന്ന ഈ പുരാതന നഗരത്തിന് BC 8-ാം നൂറ്റാണ്ട് മുതൽ ചരിത്രമുണ്ട്. BC 8-ാം നൂറ്റാണ്ട് മുതലുള്ള ഒരു ചരിത്രത്തിൻ്റെ പശ്ചാത്തലത്തിൽ ഈ സ്ഥലത്തെ ഒന്ന് വിലയിരുത്തുമ്പോൾ ഈ പ്രദേശം പലതുകൊണ്ടും വ്യത്യസ്തവും പ്രത്യേകതകൾ നിറഞ്ഞതുമാണ്. കത്താനിയ പ്രദേശം എത്ന കൊടുമുടികളുടെ താഴ്വരയിലുള്ളൊരു പ്രദേശമാണ്. ഭൂകമ്പ മേഖലകളാണ് ആ പ്രദേശങ്ങൾ പലതും. എത്ന പർവ്വതനിരകൾ അഗ്നിപർവ്വതനിരകളാണ്. ഏതാണ്ട് 11,000 അടി ഉയരത്തിലുള്ള ഈ അഗ്നിപർവ്വതനിരകൾ യൂറോപ്പിലെ തന്നെ ഏറ്റവും വലിയ പർവ്വതനിരകളാണ്. അഗ്നിപർവ്വതനിരകൾ എന്ന നിലയിൽ ലോകത്തിലെ തന്നെ ഏറ്റവും സജീവമായ അഗ്നിപർവ്വതം എത്ന അഗ്നിപർവ്വതമാണെന്നാണ് പറയപ്പെടുന്നത്. ഈ അഗ്നിപർവ്വതങ്ങളുടെ താഴ്വരയിൽ ആയിരുന്നത് കൊണ്ട് തന്നെ അഗ്നിപർവ്വതങ്ങൾ വിസ്ഫോടനം നടക്കുമ്പോൾ ഉണ്ടാകുന്ന ലാവ ഒഴുകിയെത്തി ഈ പ്രദേശമൊക്കെ ഫലഭൂയിഷ്ടമായിട്ട് മാറുന്നുണ്ട്. കൃഷിയോഗ്യമായ ഒരു സ്ഥലമായിട്ട് അതിനെ മാറിയിട്ടുണ്ട്. അതിൻ്റെ മറുവശം പലതുകൊണ്ടും ഈ തരത്തിലുള്ള ദുരന്തങ്ങൾ വിതച്ചതിൻ്റെ വലിയ ദുര്യോഗം ഈ പ്രദേശത്തുണ്ടായിരുന്നു എന്നുള്ളതാണ് സത്യം. അങ്ങനെ ചരിത്രത്തിൽ പലതുകൊണ്ടും ഒത്തിരിയേറെ ദുരന്തങ്ങളിലൂടെ കടന്നുപോയൊരു സ്ഥലമാണ് കത്താനിയ പ്രദേശങ്ങൾ. ഭൂകമ്പബാധിത മേഖല എന്ന നിലയിലും ഈ പ്രദേശത്തിന് ചില പ്രത്യേകതകളുണ്ട്. ഇടയ്ക്കിടെ ഭൂകമ്പങ്ങളുണ്ടാകുന്ന പതിവ്. 12-ാം നൂറ്റാണ്ടിലും 17-ാം നൂറ്റാണ്ടിലും അതിശക്തമായ ഭൂകമ്പങ്ങൾ ഈ പ്രദേശത്തെ വല്ലാതെ തകർത്തു കളഞ്ഞിട്ടുണ്ട്. 17-ാം നൂറ്റാണ്ടിൽ തന്നെ വലിയൊരു അഗ്നിപർവ്വത സ്ഫോടനമുണ്ടായി എത്ന പർവ്വതനിരകളിൽ നിന്നും. കൃത്യമായി പറഞ്ഞാൽ 1669 വലിയൊരു അഗ്നിപർവ്വത സ്ഫോടനത്തിൽ ഈ പ്രദേശം നാമാവശേഷമായതുപോലത്തെ അവസരങ്ങളുണ്ട്. അങ്ങനെ എല്ലാ തരത്തിലും ചരിത്രത്തിൽ ചില പ്രത്യേകതകളോടുകൂടി അറിയപ്പെടുന്നൊരു സ്ഥലമാണിത്. 2-ാം ലോകമഹായുദ്ധ കാലത്ത് ഈ പ്രദേശത്ത് ധാരാളം ബോംബ് വർഷങ്ങളുണ്ടായി. 1940-കളിൽ ഉണ്ടായ ഈ വലിയ സംഭവങ്ങൾ ഈ നാടിനെ മുഴുവനും നാമാവശേഷമാക്കിയിട്ടുണ്ട്. ഏതാണ്ട് 100,000-ഓളം ആളുകളെ അവിടുന്ന് മാറ്റിപ്പാർപ്പിച്ചതായിട്ടാണ് രേഖകൾ. ഏതാണ്ട് 1960 ആയപ്പോഴേക്കും ഈ പ്രദേശം വീണ്ടും ഒരു സമൃദ്ധിയിലേക്കും ഐശ്വര്യത്തിലേക്കും പുരോഗതിയിലേക്കും ഒക്കെ എത്തിച്ചേർന്നു. എന്നാൽ പിന്നീട് അങ്ങോട്ട് കുറേ കൂടി കഴിഞ്ഞപ്പോഴേക്കും സാമ്പത്തിക അവസ്ഥ വളരെ വഷളായി. ഇന്ന് ഈ നാട് ഒരു സാധാരണ ഗ്രാമപ്രദേശം എന്ന നിലയിൽ സാമ്പത്തികമായി വലിയ പുരോഗതിയൊന്നും ഇല്ലാത്ത സ്ഥലമാണ്. എന്നാൽ അതേസമയം തന്നെ ഇവിടെ താമസിക്കുന്ന ആളുകൾ ഭക്തരും നല്ലവരും നന്മ ചെയ്യുന്നവരുമായ കുറേ വ്യക്തികളെന്ന് വേണമെങ്കിൽ പറയാം. വിശ്വാസമുള്ള പ്രദേശം. അങ്ങനെ കുറേ സാധാരണക്കാരായ കർഷകരും വിശ്വാസികളും ജീവിക്കുന്ന ഒരിടമാണ് ഇന്ന് ഒരർത്ഥത്തിൽ കത്താനിയ പ്രദേശം. ആ ഒരു നന്മയുടെ സുഹൃതത്തിൻ്റെയൊക്കെ ഒരു ഇടമുറിയാത്തൊരു ചാൽ ഈ പുണ്യവതിയുമായിട്ട് ബന്ധപ്പെട്ട ഈ സ്ഥലത്തിനുണ്ട് എന്നുള്ളതാണ് പരമാർത്ഥം. അഗാഥ പുണ്യവതിയുടെ വലിയ മാധ്യസ്ഥവും പുണ്യവതിയോടുള്ള ഭക്തിയുമൊക്കെ ഈ പ്രദേശത്തെ ഇന്നും വിശ്വാസത്തിൽ നിലനിൽക്കുന്നതിന് കാരണമാക്കിയിട്ടുണ്ടാവണം. നമുക്ക് തിരിച്ച് പുണ്യവതിയുടെ ജീവിതത്തിലേക്ക് തന്നെ മടങ്ങിയെത്താം. അഗാഥ ജീവിച്ചിരുന്ന കാലഘട്ടം ഞാൻ സൂചിപ്പിച്ചല്ലോ, 3-ാം നൂറ്റാണ്ട്. മതമർദ്ദനത്തിൻ്റെ ഒരു കാലഘട്ടമാണ്. ഏതാണ്ട് ഈ നാളുകളിലാണ് ദേസ്യൂസ് ചക്രവർത്തി അതിക്രൂരമായ മതമർദ്ദനത്തിൻ്റെ സാധ്യതകൾ ഒരുക്കുന്നത്.
ചക്രവർത്തിയുടെ ക്ഷേമാഐശ്വര്യങ്ങൾക്ക് വേണ്ടിയിട്ട് വിജാതീയ ദേവന്മാർക്ക് ബലിയർപ്പിക്കണം എന്നത് നിർബന്ധമാക്കിയിരുന്നു. അതിന് ആരെങ്കിലും തടസ്സം നിൽക്കുന്നെങ്കിൽ, അങ്ങനെ ചെയ്യാതിരിക്കുന്നെങ്കിൽ അവരെ ഗളച്ഛേദം ചെയ്തോ അല്ലാതെയോ ക്രൂരമായിട്ട് വധിക്കുക എന്നുള്ള ഒരു തത്വം, ഇത്തരത്തിലുള്ള വളരെ ഭീകരമായ ഒരു സാഹചര്യം അന്ന് നിലവിലുണ്ടായിരുന്നു. അങ്ങനെ ക്രിസ്ത്യാനികളാണെന്നുള്ള ഒരു കാരണത്തിൻ്റെ പേരിൽ, വിശ്വാസത്തിൻ്റെ പേരിൽ അതിക്രൂരമായിട്ട് പീഡിപ്പിക്കപ്പെട്ട സാഹചര്യങ്ങൾ ധാരാളം പേർക്കുണ്ട്. കൊല്ലപ്പെട്ടവരുടെ എണ്ണം വളരെയധികമാണ്. AD 250 ഫാബിയൻ മാർപ്പാപ്പ ഉൾപ്പെടെയുള്ള പുണ്യചരിതർ രക്തസാക്ഷികളായി മാറിയെന്ന് നമ്മൾ ഓർത്തിരിക്കണം. ഈ നാളുകളിൽ അഗാധയിൽ അനുരക്തനായി മാറിയ ചക്രവർത്തിയുടെ പ്രത്യേക മജിസ്ട്രേറ്റ് ക്വിൻറ്റിയാനസ് ഏതെങ്കിലും തരത്തിലൊക്കെ ഈ സൗന്ദര്യവതിയെ, ഈ കുലീനയെ വിവാഹം കഴിക്കാൻ ആഗ്രഹിച്ചു. അവളെ വശീകരിക്കുവാൻ വേണ്ടി ക്വിൻറ്റിയാനസ് എന്ന മജിസ്ട്രേറ്റ് ആവതും ശ്രമിച്ചു. പക്ഷേ അഗാഥ അതിനൊന്നും സമ്മതം മൂളിയില്ല. നിത്യകന്യാത്വം നേർന്നുകൊണ്ട് എല്ലാ തരത്തിലും ഒരു പുണ്യജീവിതം ആഗ്രഹിച്ച അവൾ അതിനൊന്നും തുനിഞ്ഞില്ല. വശീകരിക്കുവാനുള്ള ശ്രമങ്ങളൊക്കെ പരാജയപ്പെട്ട് കഴിഞ്ഞപ്പോൾ എങ്ങനെയെങ്കിലുമൊക്കെ ഇവളെ മറ്റു തരത്തിലൊക്കെ സ്വാധീനിക്കാനായിട്ട് ഒരു മോശപ്പെട്ട സ്ത്രീയുടെ കൂടെ താമസിപ്പിച്ചുകൊണ്ട് എല്ലാവിധ പാപകരമായ പ്രലോഭനങ്ങൾക്കും അടിമപ്പെടുത്താനുള്ള തീവ്രമായ ശ്രമങ്ങളൊക്കെ നടന്നു ക്വിൻറ്റിയാനസിൻ്റെ നേതൃത്വത്തിൽ. പക്ഷെ ഒന്നും ഫലം പ്രാപിച്ചില്ല. വിഫലമായി ശ്രമങ്ങളെല്ലാം മാറ്റി അവസാനം ഇയാൾ മതവർദ്ധനത്തിൻ്റെ പേരിൽ ഈ വിശുദ്ധയെ പീഡിപ്പിക്കുവാൻ ശ്രമിക്കുകയാണ്. എല്ലാ തരത്തിലും ക്രൂരമായ മർദ്ദനങ്ങൾക്ക് വിധേയയാക്കുന്നു. അവളുടെ സ്ഥലങ്ങൾ മുറിച്ചു മാറ്റാൻ ക്വിൻറ്റിയാനസിൻ്റെ നേതൃത്വത്തിലുള്ള ഭടന്മാർ മുൻപോട്ട് വരുന്നു. അങ്ങനെ ചെയ്യുന്നു. കണ്ണുനീരോടുകൂടി അഗാഥ പറയുന്നൊരു കാര്യമുണ്ട്. ഹേ ക്രൂരന്മാരെ, നിങ്ങൾക്ക് അമ്മിഞ്ഞ പാൽ തന്ന അമ്മയുടെ സ്ഥലങ്ങൾ നിങ്ങൾ മറന്നോ? ഈ അമ്മയെ നിങ്ങൾക്ക് മറക്കാൻ കഴിയുമോ എന്ന് പറഞ്ഞുകൊണ്ട് വിലപിക്കുന്നുണ്ട് ഈ പുണ്യവതി. ഈ നിഷ്ഠൂരമായ പീഡനങ്ങൾക്കൊടുവിൽ പാരമ്പര്യം പറയുന്ന ഒരു കാര്യമുണ്ട്. പുണ്യവാനായ പത്രോസ്ലീഹ, റോമിലെ അപ്പസ്തോലൻ, അഗാഥയ്ക്ക് പ്രത്യക്ഷപ്പെട്ട് അവൾക്ക് സൗഖ്യം നൽകിയെന്നാണ്. ഏതായിരുന്നാലും ഈ പീഡനങ്ങളും ഈ ക്രൂരമായ ഇടപെടലുകളുമെല്ലാം തുടരുകയാണ്. അതിക്രൂരമായ വിധം വീണ്ടും അഗാഥ പീഡിപ്പിക്കപ്പെടുന്നു. അവളെ പരിപൂർണ നഗ്നയാക്കി കൽക്കരി കനലിലൂടെ, തീ പാറുന്ന കനലിലൂടെ ഉരുട്ടാനായിട്ടും അങ്ങനെ അവളെ കൊല്ലാനായിട്ടും തീരുമാനമായി. ആ പ്രവൃത്തികൾ നടക്കുന്ന വേളയിൽ അവിടെ ഒരു വലിയ ഭൂകമ്പമുണ്ടായി എന്നാണ് പാരമ്പര്യം പറയുന്നത്. ഭൂകമ്പത്തിൽ പീഡിപ്പിച്ച ആളുകളൊക്കെ, അവളെ കൊല്ലാൻ ശ്രമിച്ചവരൊക്കെ ഓടിമറഞ്ഞു. ഏതായിരുന്നാലും അഗാഥ ഈ വേള രക്തസാക്ഷിണിയായി മരണമടഞ്ഞു. അഗാഥയുടെ മൃതശരീരം കഥാനിയയിൽ തന്നെ സംസ്കരിക്കപ്പെട്ടു. ആദ്യ നാളുകൾ മുതൽ തന്നെ ഈ പുണ്യവതിയെ മനസ്സിലാക്കിയിരുന്ന വ്യക്തികൾ അവളുടെ കബറിടത്തിൽ ആദരവർപ്പിക്കുകയും പ്രാർത്ഥിക്കുകയുമൊക്കെ ചെയ്തിരുന്നു. ഏതാണ്ട് 11-ാം നൂറ്റാണ്ടിൽ തുർക്കികളുടെ ആക്രമണം ഉണ്ടായ നാളുകളിൽ അഗാഥയുടെ കല്ലറ തുറക്കുകയും അവളുടെ മൃതദേഹം അവിടെ നിന്നും കോൺസ്റ്റാന്റിനോപ്പിളിലേക്ക് മാറ്റാൻ ശ്രമിക്കുകയും ചെയ്തപ്പോഴാണ് അറിയുന്നത് അത് അഭംഗുരം നിലകൊള്ളുന്നു. അഴുകാത്ത ശരീരമായിട്ട്, ശോഭയുള്ള ശരീരമായിട്ട് നൂറ്റാണ്ടുകൾക്ക് ശേഷം അത് കാണപ്പെട്ടു എന്നുള്ള വലിയ സത്യം. ആരെയും വിസ്മയിപ്പിക്കുന്ന ഈ യാഥാർത്ഥ്യം ഒരു വലിയ അടയാളമായി മാറി. കോൺസ്റ്റാന്റിനോപ്പിളിലേക്ക് ആ ശരീരം മാറ്റി സ്ഥാപിക്കപ്പെട്ടു. അതിനുശേഷം പിന്നീട് 1 വർഷം കഴിഞ്ഞപ്പോൾ വീണ്ടും തിരികെ കഥാനിയയിലേക്ക് അത് കൊണ്ടുവരുന്നുണ്ട്. അപ്പോഴേക്കും അതിന് കേടുപാടുകൾ സംഭവിച്ചിരുന്നു എന്നാണ് പറയുന്നത്. ഏതായിരുന്നാലും വലിയ ധീരമായ വിശുദ്ധമായ ഒരു ജീവിതം നയിച്ച വ്യക്തി, തികഞ്ഞ വിശ്വാസത്തിലും ഭക്തിയിലും ജീവിച്ച വ്യക്തി, തൻ്റെ കന്യാത്വത്തെ അഭംഗുരം കാത്തുസൂക്ഷിക്കാൻ ജീവൻ കൊടുത്ത വ്യക്തി, വിശ്വാസത്തിന് വേണ്ടിയിട്ട് ത്യാഗോജ്വലമായ ജീവിതം സമർപ്പിച്ച വ്യക്തി, വ്യക്തമായ നിലപാടുകൾ സ്വീകരിച്ച വ്യക്തി, പുണ്യചരിത ഇന്നും സിസിലിയുടെ മധ്യസ്ഥയാണ്. ഈ പുണ്യവതിയെ വലിയ ആദരവോടുകൂടിയാണ് ഇന്ന് നാട് മുഴുവനും ഓർമ്മിക്കുന്നത്, ലോകം മുഴുവനും ഓർമ്മിക്കുന്നത്. ഫെബ്രുവരി 5 തിരുസഭയിൽ ഈ വലിയ വിശുദ്ധയുടെ തിരുനാൾ ആഘോഷിക്കുന്നുണ്ട്. പ്രകൃതിക്ഷോഭങ്ങളുടെയും സ്തനരോഗങ്ങളുടേത്, പൊള്ളൽ, തീപ്പൊള്ളൽ തുടങ്ങിയവയുടെയൊക്കെ പ്രത്യേക സഹായം അഭ്യർത്ഥിക്കുന്നതിന് ഈ വിശുദ്ധയോടുള്ള പ്രാർത്ഥന ആളുകൾ നടത്തി വരുന്നുണ്ട്. പിന്നീട് ചരിത്രത്തിൽ പലപ്പോഴും ഭൂകമ്പങ്ങളും
അതുപോലെ അഗ്നിപർവ്വത വിസ്ഫോടനങ്ങളുമൊക്കെ സിസിലിയിൽ ഉണ്ടായ സാഹചര്യങ്ങളിൽ കഥാനിയായിൽ സംസ്കാരം ചെയ്യപ്പെട്ട ഈ പുണ്യവതിയുടെ ശിരോവസ്ത്രങ്ങൾ അവിടെ സൂക്ഷിച്ചിരിക്കുന്നത് എടുത്തുകൊണ്ട് പ്രദക്ഷിണമായി പോവുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നൊരു പാരമ്പര്യം നിലവിലുണ്ടായിരുന്നു. അങ്ങനെ വലിയ വിശുദ്ധിയായിട്ട് ലോകമെന്ന് ആദരിക്കുന്ന ഈ പുണ്യവതി നമ്മുടെ മുമ്പിൽ വളരെ വ്യക്തമായൊരു അടയാളമായി നിലകൊള്ളുന്നുണ്ട്. ഈ പുണ്യവതിയുടെ ജീവിതത്തിലേക്ക് നമുക്ക് ശാന്തമായി കടന്നു ചെല്ലാൻ കഴിയണം. വിരോചിതമായ ജീവിതം നയിച്ച, ത്യാഗോജ്വലമായി സമർപ്പിച്ച ഈ പുണ്യജീവിതത്തെ അടുത്ത് നോക്കിക്കാണാൻ നമുക്ക് സാധിക്കട്ടെ. കഥാനിയായിലെ ഈ വിശുദ്ധ ലോകത്തിൻ്റെ മുഴുവനും സ്വന്തമാണ്. പുണ്യവതിയായ അഗാത്തയുടെ ജീവിതത്തിലെ സവിശേഷമായ ചില മൂല്യങ്ങളിലേക്ക് നമുക്കൊന്ന് തിരിഞ്ഞെത്താം. സൗന്ദര്യം എന്നുള്ളതിനെ ശരിയാമണ്ണം മനസ്സിലാക്കിയ ഒരു വ്യക്തി, യഥാർത്ഥ സൗന്ദര്യ ദർശനം സ്വന്തമാക്കിയ ഒരു വ്യക്തി എന്ന നിലയിൽ വിശുദ്ധ അഗാത്തയെ തിരിച്ചറിയാൻ പറ്റും. വലിയ സൗന്ദര്യധാമമായിരുന്ന വ്യക്തി, എന്ത് സൗഭാഗ്യവും സുഖവും കരഗതമായിരുന്നൊരവസ്ഥയിൽ എല്ലാവിധ സുഖസൗകര്യങ്ങളോടും കൂടി എന്തിനേയും സ്വീകരിക്കാൻ സാധ്യമായിരുന്നൊരു സാഹചര്യത്തിൽ എല്ലാത്തിനെയും നിസ്സാരമായി കരുതി യഥാർത്ഥ സൗന്ദര്യം എന്താണെന്ന് തിരിച്ചറിഞ്ഞവളായിരുന്നു അവൾ. ആന്തരിക സൗന്ദര്യത്തിൻ്റെ അർത്ഥം എന്താണെന്ന് അറിഞ്ഞവൾ. ജീവിതത്തെ യഥോചിതം നോക്കിക്കാണാൻ പഠിച്ചവൾ. സൗന്ദര്യം, സ്ത്രീ സൗന്ദര്യത്തെക്കുറിച്ച് പത്രോസ്ലീഹ പറയുന്നത് വളരെ ശ്രദ്ധേയമാണ്. സ്വർണ്ണാഭരണങ്ങളോ വിശേഷ വസ്ത്രങ്ങളോ ആടയാഭരണങ്ങളോ ഒന്നുമല്ല അവളുടെ യഥാർത്ഥ സൗന്ദര്യം. മറിച്ച് ദൈവസന്നിധിയിൽ വിശിഷ്ടവും സൗമ്യവും ശാന്തവുമായ ആത്മാവാകുന്ന അനശ്വര രത്നമണിഞ്ഞ ആന്തരിക വ്യക്തിത്വം. വളരെ മനോഹരമാണത്. ദൈവസന്നിധിയിൽ ശ്രേഷ്ഠമായ സൗമ്യവും ശാന്തവുമായ ആത്മാവാകുന്ന രത്നമണിഞ്ഞ ആന്തരിക വ്യക്തിത്വം. പത്രോസ്ലീഹായുടെ 1-ാമത്തെ ലേഖനം 4-ാം അധ്യായത്തിലാണ് നമ്മളിത് കാണുന്നത്. വളരെ മനോഹരമായിട്ട് സൗന്ദര്യത്തെ കാണാനായിട്ട് പഠിപ്പിക്കുകയാണ്. യഥാർത്ഥ സൗന്ദര്യം ആന്തരിക സൗന്ദര്യമാണ്. ബാഹ്യ സൗന്ദര്യത്തിന് അർത്ഥമില്ലെന്നല്ല, പക്ഷെ അതിനെ ശരിയാവണ്ണം തിരിച്ചറിയണം. ഒരു വ്യക്തിയെ അതിൻ്റെ ശരിയായ സൗന്ദര്യ ദർശനത്തോടു കൂടി കാണാനുള്ള ഒരു കാഴ്ചപ്പാട്. ഇന്നത്തെ സൗന്ദര്യ ദർശനം വളരെ വികലമാണെന്ന് ചുറ്റുവട്ടങ്ങൾ നോക്കുമ്പോൾ നമുക്ക് അറിയാൻ പറ്റും. വികലമായ കാഴ്ചകൾ എല്ലാ തരത്തിലും ആസുരമായ ഒരു കാലഘട്ടത്തിൻ്റെ പ്രത്യേകതകൾ പോലെ കോസ്മെറ്റിക് ഇൻഡസ്ട്രിയാണ് നിരവധി ഏറ്റവും കൂടുതൽ എല്ലാത്തിനെയും ഒരർത്ഥത്തിൽ വികലമാക്കിക്കൊണ്ടിരിക്കുന്നത്. ലോകം തന്നെ ഒരു കമ്പോളമായിട്ട് മാറിയിട്ടുണ്ട്. ഈ കമ്പോള സംസ്കാരത്തിലെ ഏറ്റവും വലിയ കമ്പോളത്തിലെ വിപണന വസ്തു എന്ന് പറയുന്നത് ശരീരം. ഉടലിനെ വിപണന വസ്തുവാക്കി മാറ്റിക്കൊണ്ട് ഈ കമ്പോളത്തെ അതിൻ്റെ നശീകരണ മേഖലകളിലേക്ക് നയിച്ചുകൊണ്ടിരിക്കുന്ന ആധുനിക വികലമായ സൗന്ദര്യ സങ്കല്പങ്ങൾ ചോദ്യം ചെയ്യപ്പെടേണ്ടവ തന്നെയാണ്. കാഴ്ചപ്പാടുകളെയാണ് നമ്മൾ തിരുത്തിയെടുക്കേണ്ടത്. വ്യക്തിയെ ആയിരിക്കുന്ന അവസ്ഥയിൽ കാണുവാനുള്ള ഉദാത്തമായ ഒരു മനസ്സിൻ്റെ വളർച്ച, അത് ശ്രേഷ്ഠമായി. കാഴ്ച കിട്ടുന്ന ഒരു മനുഷ്യനെക്കുറിച്ച്, അന്ധനായിരുന്ന ഒരു മനുഷ്യന് പടിപടിയായിട്ട് കാഴ്ച കിട്ടുന്നൊരു രംഗം മർക്കോസിൻ്റെ സുവിശേഷം 8-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കും. ഈശോ അന്ധനായൊരു മനുഷ്യന് കാഴ്ച കൊടുക്കുകയാണ്. ബെത്സയിദയിലെ അന്ധൻ. അയാളുടെ കണ്ണുകളിൽ തുപ്പിയിട്ട് ഈശോ അയാളുടെ മേൽ കൈവച്ചിട്ട് ചോദിക്കും, നീ ഇപ്പോൾ എന്തെങ്കിലും കാണുന്നുണ്ടോ? അയാൾ പറയുന്നുണ്ട്, ഞാൻ കാണുന്നുണ്ട്, പക്ഷെ മനുഷ്യരെ ഞാൻ കാണുന്നത് മരങ്ങളെപ്പോലെയാണ്. വികലമായൊരു കാഴ്ചയാണത്. ഇത് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ ഈശോ വീണ്ടും അയാളുടെ മേൽ കൈകൾ വെച്ച് അയാളെ അനുഗ്രഹിച്ചുകൊണ്ട് കാഴ്ചയുടെ പൂർണ്ണതയിലേക്ക് നയിക്കും. എന്നിട്ട് ചോദിക്കും, നീ ഇപ്പോഴെന്ത് കാണുന്നു? അപ്പോൾ അയാൾ പറയുന്നു, ഞാൻ എല്ലാം വ്യക്തമായിട്ട് കാണുന്നു, കാണേണ്ടതുപോലെ കാണുന്നു. ഇരുട്ട്, കാഴ്ചയില്ലായ്മ, വികലമായ കാഴ്ച, ഇതെല്ലാം അപകടകരങ്ങളാണ്. അപ്പോൾ വികലമായ കാഴ്ചകളാണ് പലപ്പോഴും ജീവിതത്തെ വല്ലാതെ ഉലയ്ക്കുന്നതും തകർക്കുന്നതും. മനുഷ്യനെ മരങ്ങളെ പോലെ കാണുക എന്ന് പറഞ്ഞാൽ ഒരർത്ഥത്തിൽ വെറും വസ്തുക്കളായിട്ടോ സാധനങ്ങളായിട്ടോ മനുഷ്യരെ കാണുന്ന വല്ലാത്തൊരു വൈകല്യമാണത്. ഉടലിൽ മാത്രം എല്ലാത്തിനെയും കണ്ടുകൊണ്ട് വല്ലാതെ ഉലയുന്ന ഒരു കാഴ്ചപ്പാട്. ഈ വികലമായ കാഴ്ചയിൽ ഒത്തിരി ജീവിതങ്ങൾ കടപുഴകി വീഴുന്നുണ്ട്. വ്യക്തിജീവിതങ്ങൾ നശിക്കുന്നുണ്ട്, കുടുംബങ്ങൾ നശിക്കുന്നുണ്ട്, സമൂഹം തന്നെ ഇല്ലെന്നാകുന്നുണ്ട്. ഒരു കാലഘട്ടത്തിൽ അഗാത്തയുടെയൊക്കെ ആ ജീവിത കാലഘട്ടത്തിലേക്ക് അന്ന് വല്ലാതെ കിരാതമായ രീതിയിൽ മതവർദ്ധനങ്ങൾ ഒരു വശത്ത്, മറുവശത്ത് സുഖഭോഗങ്ങളിൽ അഭിരമിക്കുന്ന ഒരു തകർച്ചയുടെ കാലഘട്ടം, സംസ്കാരം.
റോമൻ എംപയറിൻ്റെ തന്നെ തകർച്ചയ്ക്ക് കാരണമാകുന്നത് ഈ സുഖഭോഗങ്ങളിലും തെറ്റായ സൗന്ദര്യബോധത്തിനുമുള്ള ഒരുതരം അഭിരമിക്കലായിരുന്നു. അങ്ങനെ അധാർമികതയുടെ ഒരു കുത്തൊഴുക്കിലാണ് ഒരു സാമ്രാജ്യം പോലും ഇല്ലെന്നാകുന്നത്. അതിൻ്റെയൊക്കെ അനുരണനങ്ങൾ വ്യത്യസ്തമായ രീതിയിൽ നമ്മുടെയൊക്കെ വ്യക്തിജീവിതത്തിലും കുടുംബജീവിതത്തിലും സമൂഹത്തിലും കടന്നു കയറുന്നത് ഇന്ന് ഒരു വിദൂര കാഴ്ചയല്ല, നമ്മുടെ തന്നെ ഈ കാലഘട്ടത്തിൻ്റെ വളരെ തീക്ഷ്ണമായ ഒരു കാഴ്ച, വല്ലാതെ നമ്മളെ നൊമ്പരപ്പെടുത്തുന്ന, വേദനിപ്പിക്കുന്ന, ഉലക്കേണ്ട ഒരു കാഴ്ചയാണ്. എവിടെയാണ് നമുക്ക് കണ്ണുകൾ പിഴയ്ക്കുന്നത്, ഇടറുന്നത്? ഇതൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. മലമുകളിലെ സന്യാസി, വിശുദ്ധനായ സന്യാസി, അദ്ദേഹം മലയിറങ്ങി വരും. മലയിറങ്ങി വരുന്ന സന്യാസി എതിർവശത്തുനിന്നും വെള്ളം കോരിക്കൊണ്ട് കടന്നു പോകുന്ന ഗ്രാമീണ സ്ത്രീകളെ കാണുമ്പോൾ വഴിമാറി നടന്നു പോകും. അയാൾക്ക് അയാളുടെ ബ്രഹ്മചര്യത്തെക്കുറിച്ച് ചില അമിതമായ ശാഠ്യങ്ങളുണ്ട്. ഈ അരുതാത്ത ചില ശാഠ്യങ്ങളൊക്കെ കൊണ്ടാവണം അയാൾ മുഖം തിരിച്ചു കടന്നു പോകും, ഏതോ എതിരാളിയെ കാണുന്ന വിധം. ഒരിക്കൽ അങ്ങനെ കടന്നു പോകുന്ന വഴിയിൽ അതിലെ പ്രായം കൂടിയ ഒരു അമ്മ ഈ സന്യാസിയോട് പറഞ്ഞു, ശ്രേഷ്ഠനായ സന്യാസി, അങ്ങ് ഞങ്ങളെ കണ്ട് വഴിമാറിപ്പോവുകയല്ല വേണ്ടത്. ഞങ്ങളുടെ മുഖത്തേക്ക് നോക്കിയിട്ട് യഥാർത്ഥ സ്ത്രീകളാണ് ഞങ്ങളെന്ന് ബോധ്യപ്പെടുന്ന വിധം പ്രകാശത്തോടു കൂടി ഞങ്ങളെ കടാക്ഷിക്കുക. ഈ പ്രകാശത്തോടു കൂടിയ കടാക്ഷമാണ് ശരിയായ കാഴ്ച. പ്രകാശമില്ലാത്ത ഇരുണ്ട കണ്ണിലൂടെ നോക്കിക്കാണുമ്പോൾ ബാഹ്യമായ നേത്രങ്ങൾക്ക് കാഴ്ചയുണ്ടെന്ന് പറഞ്ഞിട്ടും കഥയില്ല. കാഴ്ചകൾ വികലമാണ്. പലതിനെയും അങ്ങനെ തെറ്റായി കാണുന്നത് കൊണ്ടാണ് സ്വന്തം ഭവനത്തിൽ പോലും മക്കൾക്ക് ഇന്ന് സുരക്ഷിതത്വമില്ലാത്ത ഗതികേടിലേക്ക് ഈ നാട് അല്ലെങ്കിൽ ഈ ചുറ്റുവട്ടങ്ങൾ പോലും എത്തിക്കൊണ്ടിരിക്കുന്നത്. നമ്മുടെയൊക്കെ കൊച്ചു നാട് പോലും ഈ സാഹചര്യങ്ങളിലേക്ക് ഇടറുന്നെങ്കിൽ അത് അപകടകരമായ ഒരു ധർമ്മച്യുതിയാണെന്ന് മറക്കാതിരിക്കാം. കാലഘട്ടം നമ്മുടെ നേരെ വിരൽ ചൂണ്ടുന്നുണ്ട്. തിരുവചനം നമുക്ക് നേരെ വിരൽ ചൂണ്ടുന്നുണ്ട്. മാറണം, മാറ്റണം പലതും. ജീവിതത്തിലെ വികലമായ കാഴ്ചപ്പാടുകളെ തിരുത്തിയെടുക്കണം. പുണ്യവതിയായ അഗാത്ത നൽകുന്ന വലിയൊരു പാഠമാണിത്. മറ്റൊരു പ്രധാനപ്പെട്ട ചിന്ത, അഗാത്ത തൻ്റെ ചാരിത്ര്യം സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് എന്തും സമർപ്പിക്കാൻ തയ്യാറായിരുന്നു. ലൈംഗിക വിശുദ്ധി, ശുദ്ധത പാലിക്കാൻ വേണ്ടിയിട്ട് അവൾ തൻ്റെ ജീവിതം സമർപ്പിച്ചെന്ന് പറയാം. പുണ്യവതിയായ മരിയ ഗൊരേത്തി, കൊച്ചു വിശുദ്ധ യുവതിയായിരുന്ന കാലഘട്ടത്തിൽ എത്ര ധീരമായ നിലപാടുകളാണ് അവൾ സ്വീകരിച്ചത്. ശുദ്ധത പാലിക്കാൻ വേണ്ടി ഉടലിനെ ആഘോഷിക്കുന്ന ഈ കാലഘട്ടത്തിൽ വഴിയോര കാഴ്ചകൾ, നഗ്നവും അർത്ഥനഗ്നവുമായ സ്ത്രീവേഷങ്ങൾ, പുരുഷവേഷങ്ങൾ, ഇങ്ങനെ വല്ലാതെ മനുഷ്യൻ്റെ മനസ്സിനെ ഉലയ്ക്കുന്ന ഒരു തരത്തിലുള്ള ഒരു പ്രൊപ്പഗാന്ത അത് വർദ്ധിച്ചു വരുന്നുണ്ട്. ഇതൊക്കെ ഒരു സംസ്കാരത്തിൻ്റെ തന്നെ തകർച്ചയിലേക്കാണ് എത്തുന്നത്, സാവധാനം നമ്മൾ പോലും അറിയാതെ എന്നുള്ളതാണ് സത്യം. ദാമ്പത്യ ജീവിതത്തിലും സൂക്ഷിക്കേണ്ട ഒരു വിശുദ്ധിയുണ്ട്. ദാമ്പത്യ പരിശുദ്ധി എന്നൊക്കെ പറയുന്നത് ഈ ശുദ്ധതയുടെ മറ്റൊരു ഭാവമാണ്. കന്യകയായി ജീവിക്കുക എന്ന് പറയുന്നതും ദാമ്പത്യത്തിൽ പരിശുദ്ധി പാലിക്കുക, ശുദ്ധത പാലിക്കുക എന്ന് പറയുന്നത് നമുക്ക് തമ്മിൽ ഒരുപാട് ബന്ധങ്ങളുണ്ട്. വിശ്വസ്തതയുടെ ഒരു തലം അവിടെ രണ്ടിടങ്ങളിലും ഉണ്ടെന്നുള്ളതാണ് സത്യം. അതുകൊണ്ട് ഈ ഒരു പരിശുദ്ധി നമ്മുടെ ചിന്തയിലും വാക്കിലുമൊക്കെ പ്രവൃത്തിയിലുമൊക്കെ സൂക്ഷിക്കാൻ പറ്റുക, അത് പുണ്യവതി നൽകുന്ന വലിയൊരു പാഠമാണെന്ന് നമുക്ക് ഓർത്തിരിക്കാം. ഉടലിൻ്റെ ആഘോഷങ്ങളിൽ അഭിരമിക്കുന്ന അപകടകരമായ സാഹചര്യങ്ങളിൽ നിന്നും ബോധപൂർവം മാറി നടക്കാൻ കഴിയുന്ന ഒരു ധൈര്യം, അത് പ്രധാനപ്പെട്ടതാണ്. പലപ്പോഴും ഇന്ന് അല്പവസ്ത്രധാരണികളുടെ ഒരു കാലഘട്ടം എന്ന് വേണമെങ്കിൽ പറയാം. സംസ്കാരത്തിൻ്റെ പേരും പറഞ്ഞുകൊണ്ട് പുതിയ ഭാഷനുകളും മോഡലുകളും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അല്പവസ്ത്രം ധരിക്കുന്ന ഒരർത്ഥത്തിൽ കാടത്തമാണ്. കാരണം കാട്ടുമനുഷ്യരാണ് അധികമൊന്നും വസ്ത്രം ധരിക്കാതിരുന്നത്. നൂറ്റാണ്ടുകൾ പുറകോട്ട് മാറുമ്പോഴും കാട്ടുമനുഷ്യരുടെ വസ്ത്രധാരണത്തെക്കുറിച്ച് ചരിത്രം എഴുതിയിട്ടിരിക്കുന്നത് അല്പവസ്ത്രം എന്നൊക്കെയായിരുന്നു. അതുകൊണ്ട് ഈ അല്പവസ്ത്രം ധരിക്കുന്നത് ഒരു കാടത്വത്തിൻ്റെ ഒരു പുതിയ ആവിഷ്കാരമെന്ന് മാത്രമേ ഉള്ളൂ. അതിനെ പരിഷ്കാരമായിട്ട് അവതരിപ്പിക്കുന്നതിനകത്തുള്ള ഒരു വല്ലാത്ത തെറ്റ്, അത് ബോധവൽക്കരിക്കേണ്ടത് തന്നെയാണ്. അതുകൊണ്ട് ശരീരത്തെ പ്രദർശിപ്പിക്കുവാനുള്ള വസ്തുവല്ല, മറിച്ച് ശരീരത്തെ ആദരിക്കുവാനുള്ള ഒരു യാഥാർത്ഥ്യമാണെന്ന് തിരിച്ചറിയുക. അല്ലെങ്കിൽ മനുഷ്യനെ വസ്തുവായി കാണാനുള്ള ഒരു അവസരം നമ്മൾ തന്നെ ഒരുക്കി കൊടുക്കുകയായിരിക്കും കാണുന്നവർക്ക്. അതുകൊണ്ട് ജീവിക്കുന്നവരും കടന്നു പോകുന്നവരും കാണുന്നവരും ഒക്കെ പുതിയൊരു മനോഭാവത്തിലേക്ക് കടന്നു വരണം. കാഴ്ചപ്പാടുകളെയും മനോഭാവങ്ങളെയും രൂപീകരിച്ചെടുക്കുക, അതാണ് മുഖ്യം. എൻ്റെ മനസ്സിൻ്റെ അവസ്ഥകളെ, എൻ്റെ കാഴ്ചപ്പാടുകളെ രൂപപ്പെടുത്തേണ്ടതായിട്ടുണ്ട്. മൂന്നാമത്തെ ഒരു പ്രധാനപ്പെട്ട ആശയം, വിശ്വാസത്തിന് വേണ്ടിയിട്ട് സന്ധിയില്ല സമരം ചെയ്യുന്ന മനസ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്നോട് തന്നെയുള്ള സമരമാണ്. മറ്റൊരു തരത്തിലുമുള്ള വർഗീയ സമരങ്ങളൊന്നുമല്ല അർത്ഥമാക്കുക. വർഗീയത ഒരിക്കലും വിശ്വാസത്തിൻ്റെ ഭാഗമല്ല. അതിനെ മതവുമായിട്ട് കൂട്ടിച്ചേർക്കാനോ വിശ്വാസവുമായിട്ട് ചേർക്കാനോ അശേഷം പറ്റുകയില്ല. വർഗീയതയുടെ പേരിൽ ഇന്ന് നടക്കുന്ന കിരാതമായ അവസ്ഥകൾ, കൊലപാതകങ്ങൾ ഹൃദയഭേദകമാണ്. അതിന് ദൈവവുമായിട്ടൊരു ബന്ധവുമില്ല. ദൈവം സ്നേഹമാണ്, ദൈവം ശാന്തിയാണ്. ഈ ശാന്തിയുടെയും സ്നേഹത്തിൻ്റെയും സുവിശേഷമാണ് ഈശോ അറിയിക്കുന്നത്.
അപ്പോൾ ഈ സ്നേഹത്തിൻ്റെ അടയാളങ്ങളായി മാറുവാനുള്ളവരാണ് നമ്മൾ. സ്നേഹത്തിന് വേണ്ടി, സത്യത്തിന് വേണ്ടി, നീതിക്ക് വേണ്ടി, സുവിശേഷ മൂല്യങ്ങൾക്ക് വേണ്ടി ത്യാഗോജ്ജലമായ നിലപാടുകൾ സ്വീകരിക്കാൻ സാധിക്കുന്നവരാണല്ലോ വിശുദ്ധർ. മനോഹരമായ ഉറച്ച നിലപാടുകൾ, അതിശക്തമായ നിലപാടുകൾ സ്വീകരിച്ച വ്യക്തിയാണ് പുണ്യവതിയായ അഗാത്ത. എത്ര പെട്ടെന്നാണെന്ന് മനുഷ്യൻ പലതിനോടും അശുദ്ധിയോട്, അധാർമികതയോട് സമരസപ്പെടുന്നത്. ഐ കോംപ്രമൈസ് ദെർഫോർ ഐ എക്സിസ്റ്റ് എന്നുപോലും ചിന്തിക്കുന്ന ഒരു ദുരവസ്ഥയിലേക്ക് വിശ്വാസത്തിൻ്റെ പ്രമാണങ്ങൾ തകർന്നു വീഴുന്നുവെന്നുള്ള വലിയ ഗതികേട് ഈ കാലത്തിൻ്റെ ഒരു തീരാശാപമല്ലേ ഒരർത്ഥത്തിൽ. എൻ്റെയും നിങ്ങളുടെയും ജീവിതങ്ങളെ നമ്മളിന്ന് പരിശോധിക്കണം. ആരും മാറി നിൽക്കേണ്ടവനല്ല, ഞാൻ ഉൾപ്പെടെ. നമ്മളൊക്കെ പരിശോധിക്കുക. എന്തിനോടൊക്കെയാണ് നമ്മൾ കോംപ്രമൈസ് ചെയ്യുന്നത്? പലതിനോടും കോംപ്രമൈസ് ചെയ്തുകൊണ്ട് അധാർമികതയോട്, അഴിമതികളോട്, എല്ലാ തരത്തിലുള്ള തിന്മകളോട്, ഇതിനോടൊക്കെ കോംപ്രമൈസ് ചെയ്തുകൊണ്ട്, നിസ്സാരവൽക്കരിച്ചുകൊണ്ട് ഇതിനെയൊക്കെ കാണാനും സുവിശേഷ മൂല്യങ്ങളും അടിസ്ഥാന സനാതന മൂല്യങ്ങളുമൊക്കെ ഉപേക്ഷിക്കുകയും തള്ളിപ്പറയുകയും ചെയ്യുന്നത് അപകടകരമായ ഒരവസ്ഥയാണ്. നഷ്ടപ്പെടുന്നത് ഹൃദയത്തിൻ്റെ സമാധാനവും സന്തോഷവും, സമൂഹത്തിൻ്റെ ധാർമ്മിക വളർച്ച, ഇതൊക്കെയാണ് നഷ്ടപ്പെടുന്നത്. കുടുംബങ്ങൾ ഇന്ന് തകരുന്നെങ്കിൽ അതിൻ്റെ അടിസ്ഥാനപരമായ കാരണം ധാർമ്മിക തകർച്ചകളാണ്, കാഴ്ചപ്പാടുകളുടെ പ്രശ്നങ്ങളാണ്, വികലമായ സൗന്ദര്യബോധമാണ്, അരുതാത്ത തരത്തിലുള്ള മൂല്യചിന്തകളാണ്, ചിട്ടപ്പെടുത്തലുകൾ. ഒരു കൃത്യമായ ഒരു മൂല്യ ശ്രേണിയുണ്ടല്ലോ. ദൈവത്തിന് കൊടുക്കേണ്ട ഒന്നാം സ്ഥാനം ദൈവത്തിന് കൊടുക്കുക. ദൈവത്തിൻ്റെ രാജ്യം, അവിടുത്തെ നീതിയും ആദ്യം അന്വേഷിക്കുക, അതോടുകൂടി ചേർത്ത് ബാക്കിയെല്ലാം നൽകപ്പെടും. ഇതാണ് തിരുവചനം. അതുകൊണ്ട് ദൈവത്തിന് കൊടുക്കേണ്ട ഒന്നാം സ്ഥാനം കൊടുത്തുകൊണ്ട്, തമ്പുരാനെ മൂല്യശ്രേണിയിൽ ഒന്നാം സ്ഥാനത്ത് നിർത്തിക്കൊണ്ട്, അവിടുത്തെ നാഥനും രക്ഷകനുമായി അംഗീകരിച്ചുകൊണ്ട് ജീവിക്കുമ്പോഴാണ് ഈ ജീവിതത്തിന് അർത്ഥമുണ്ടാവുന്നത്. അതുകൊണ്ട് ക്രിസ്തുവിനെ നാഥനായി സ്വീകരിക്കുമ്പോൾ സകലത്തിൻ്റെയും നാഥ എന്നുള്ള പ്രകീർത്തനത്തിന് അർത്ഥമുണ്ടാകുന്നു. ക്രിസ്തുവിനെ ജീവിതത്തിൻ്റെ നാഥനായിട്ട്, കുടുംബത്തിൻ്റെ നാഥനായിട്ട് അംഗീകരിച്ചുകൊണ്ട് അവിടുത്തെ മൂല്യങ്ങൾ, സുവിശേഷത്തിൻ്റെ മൂല്യങ്ങൾ ബോധപൂർവം, ഉപാധികൾ കൂടാതെ, കോംപ്രമൈസ് കൂടാതെ ജീവിക്കാൻ സാധിക്കുന്ന ഒരവസ്ഥയിലേക്ക് നമുക്ക് എത്താൻ കഴിയണം. സമരസപ്പെടാനുള്ള ഈ അധമ പ്രവണതയ്ക്കെതിരെയുള്ള അതിശക്തമായ നിലപാടുകൾ സ്വീകരിക്കാൻ പുണ്യവതിയായ അഗാത്ത നമ്മോട് ആവശ്യപ്പെടുന്നു. പ്രധാനമായിട്ടും 3 കാര്യങ്ങൾ ഞാൻ ഒന്ന് സൂചിപ്പിക്കാൻ ആഗ്രഹിച്ചത്. ഒന്ന്, ശരിയായ സൗന്ദര്യ സങ്കല്പം. വ്യക്തമായ കാഴ്ചപ്പാടുകൾ നമ്മുടെ സൗന്ദര്യബോധത്തെ ശരിയായ രീതിയിൽ ചിട്ടപ്പെടുത്തേണ്ടിയിരിക്കുന്നു. കുടുംബബന്ധങ്ങളെ, വ്യക്തിജീവിതങ്ങളെ ശരിയായ സൗന്ദര്യ വീക്ഷണത്തിലൂടെ, ആന്തരിക സൗന്ദര്യത്തിൻ്റെ അർത്ഥവും മനോഹാരിതയും തിരിച്ചറിഞ്ഞുകൊണ്ട് ജീവിക്കാൻ പറ്റിയ ഒരു സൗന്ദര്യ ദർശനം സ്വന്തമാക്കിയെടുക്കാൻ നമുക്ക് സാധിക്കണം. 2, ജീവിതത്തിൻ്റെ വിശുദ്ധി, ശുദ്ധത, ലൈംഗിക ശുദ്ധി പാലിക്കുവാൻ കുടുംബത്തിലും സമൂഹത്തിലും സമർപ്പിത ജീവിതത്തിലും ഒക്കെ നമുക്ക് സാധിക്കട്ടെ. വന്ന പിഴവുകൾക്ക് മാപ്പ് ചോദിച്ചുകൊണ്ട് മടങ്ങിയെത്താൻ കർത്താവ് നമ്മോട് ആവശ്യപ്പെടുകയാണ്. 3, വിശ്വാസത്തിന് വേണ്ടി ധീരമായ നിലപാടുകൾ സ്വീകരിക്കാൻ, നിസ്സാര കാര്യങ്ങൾക്ക് വേണ്ടി പോലും പലപ്പോഴും സമരസപ്പെടാൻ, എല്ലാത്തിനോടും അധാർമികതയോട് ചേർന്ന് നിൽക്കാൻ ശ്രമിക്കുന്ന ആ തെറ്റായ കാഴ്ചപ്പാടുകളെ മാറ്റിയിട്ട് ശക്തവും വ്യക്തവുമായ നിലപാടുകൾ സ്വീകരിക്കാൻ നമുക്ക് സാധിക്കട്ടെ. അപ്പോൾ ജീവിതം അനുഗ്രഹീതമാകും, അർത്ഥപൂർണമാകും, കൃപ നിറഞ്ഞതാകും, ആനന്ദഭരിതമാകും. അതിന് നമുക്ക് ഇടയാവണം. ഈ വലിയ അനുഗ്രഹം പുണ്യവതിയായ അഗാത്തയുടെ മാധ്യസ്ഥത്തിലൂടെ നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവത്തിൻ്റെ വലിയ കൃപകൾ നമുക്ക് അവർക്ക് ലഭിക്കട്ടെ എന്ന് ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. മിഴിപൂട്ടി ശാന്തമായി നമുക്ക് ദൈവസന്നിധിയിലേക്ക് കടന്നു വരാം. ഞങ്ങളുടെ കർത്താവേ, ഞങ്ങളുടെ ദൈവമേ, വിശുദ്ധ തോമാസ് ലീഹായിലൂടെ ഞങ്ങൾക്ക് ലഭിച്ച വിശ്വാസത്തെ ഓർത്ത് അങ്ങേക്ക് നന്ദി, സ്തുതി, ആരാധന. പുണ്യവതിയായ അഗാത്തയുടെ ജീവിതത്തെ ഞങ്ങൾ അടുത്ത് നോക്കിക്കാണുകയായിരുന്നല്ലോ. ഈ വലിയ വിശുദ്ധിയുടെ ജീവിതത്തിലെ സൗന്ദര്യ കാഴ്ചപ്പാടുകൾ, ശുദ്ധതയ്ക്ക് വേണ്ടിയുള്ള നിലപാടുകൾ, വിശ്വാസത്തിന് വേണ്ടിയുള്ള ത്യാഗോജ്ജലമായ സമർപ്പണം, അതിൻ്റെയൊക്കെ മുമ്പിൽ ഞങ്ങൾ തീരെ ചെറുതാകുന്നു. നല്ല ദൈവമേ, ഞങ്ങളുടെ ചിന്തയിലും വാക്കിലും പ്രവൃത്തികളിലൊക്കെ വന്നുപോയ കുറവുകൾ ഓർത്ത് മാപ്പ് ചോദിക്കുന്നു. ശരിയായ സൗന്ദര്യ സങ്കല്പം ഞങ്ങൾക്ക് അവിടുന്ന് നൽകണമേ. സൗന്ദര്യം ആത്യന്തികമായിട്ടും ആന്തരികമാണ്, പ്രധാനമായിട്ടും അതങ്ങനെ ആയിരിക്കേണ്ടതുമാണ് എന്ന വലിയ ബോധ്യത്തിലേക്ക് ഞങ്ങളെയും ഞങ്ങളുടെ കുടുംബങ്ങളെയും വ്യക്തികളെയും നയിക്കണമേ. ജീവിതത്തിൻ്റെ പരിശുദ്ധി അഭംഗുരം പാലിക്കുവാൻ, ചിന്തയിലും വാക്കിലും പ്രവൃത്തിയിലും വന്നുപോയ തെറ്റുകളോർത്ത് ആത്മാർത്ഥമായി പശ്ചാത്തപിക്കുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ശാന്തമായൊരു തിരിച്ചുവരവിലേക്ക് ഞങ്ങളെ അവിടുന്ന് നയിച്ചാലും ആന്തരിക ശുദ്ധിയിൽ എന്നും ജീവിക്കുവാൻ, ഞങ്ങളുടെ ചുറ്റുവട്ടങ്ങളെ ശരിയായ കാഴ്ചപ്പാടിലൂടെ, അവികലമായ ദർശനത്തിലൂടെ നോക്കിക്കാണാൻ
വ്യക്തികളെയും സാഹചര്യങ്ങളെയും അതിൻ്റെ തനിമയിൽ വീക്ഷിക്കുവാൻ, യഥാർത്ഥ സഹോദരങ്ങളായി മറ്റുള്ളവരെ കണ്ട് അങ്ങയുടെ മുഖം എല്ലാവരിലും ദർശിക്കുവാൻ ഞങ്ങളെ അനുഗ്രഹിച്ചാലും, അനീതിയോടും അധാർമികതയോടും അഴിമതിയോടും ഒരിക്കലും സമരസപ്പെടാതെ സുവിശേഷ മൂല്യങ്ങൾക്ക് വേണ്ടി ധീരമായി ജീവിക്കുവാനും നിലപാടുകൾ സ്വീകരിക്കാനും ഞങ്ങളെ അനുഗ്രഹിച്ചാലും, കർത്താവായ ഈശോയെ, പുണ്യവതിയായ അഗാത്തയുടെ വലിയ മാധ്യസ്ഥം ഞങ്ങൾക്ക് സഹായകമായിരിക്കട്ടെ. നല്ല ദൈവമേ, അവിടുത്തെ അനുഗ്രഹിക്കുന്ന വലം കൈ നീട്ടി ഞങ്ങളെ ഓരോരുത്തരെയും ആശീർവദിച്ചാലും. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും. ആമേൻ.